എറണാകുളം ജില്ലയിൽ ആദ്യമായി അപൂർവ രോഗമായ ലൈം രോഗം റിപ്പോർട്ട് ചെയ്തു. ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 56-കാരനിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ബൊറോലിയ ബാഗ്ഡോർഫെറി എന്ന ബാക്ടീരിയ മൂലമാണ് രോഗം ഉണ്ടാകുന്നത്. ഒരു പ്രത്യേകതരം ചെള്ളിന്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെത്തുന്നത്. കടുത്ത പനിയും തലവേദനയും കാൽമുട്ടിൽ നീരുമായെത്തിയ രോഗിയെ കഴിഞ്ഞ ഡിസംബർ 6-നാണ് ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപസ്മാരത്തിന്റെ ചില ലക്ഷണങ്ങൾ വരെ പ്രകടിപ്പിച്ചതോടെ രോഗിയുടെ നട്ടലിൽ നിന്നുള്ള സ്രവം പരിശോധിച്ചപ്പോൾ മെനിഞ്ചൈറ്റിസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലൈം രോഗമാണെന്ന് കണ്ടെത്തിയത്. ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യം മെച്ചപ്പെടുകയും തുടർന്ന് ഡിസംബർ 26-ന് രോഗം ഭേദമായി ആശുപത്രി വിടുകയും ചെയ്തു. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗിയുടെ രക്തം പരിശോധനയ്ക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരുന്നു. തുടർന്ന് അവിടെ രോഗം സ്ഥിരീകരിക്കുന്നത് ഈ ചൊവ്വാഴ്ചയായിരുന്നു. 10 വർഷത്തിനു ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും ലൈം രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ലൈം രോഗം ബൊറോലിയ ബാഗ്ഡോർഫെറി എന്ന ബാക്ടീരിയ മൂലം ഇത് ഉണ്ടാകുന്നുണ്ട്. ഇത് ചില പ്രാണികൾ വഴി പകരുന്നുണ്ട്. ജില്ലയിൽ ആദ്യമായാണിത് സ്ഥിരീകരിക്കുന്നതെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ലിസി ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജിൽസി ജോർജ് വ്യക്തമാക്കി. നാഡീവ്യൂഹത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം. കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ഡോക്സിസൈക്ലിൻ ഗുളികകൾ അടക്കമുള്ള ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗത്തിലൂടെ രോഗം ഭേദമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്ഷണങ്ങൾ ഇവയാണ്. ഒരു പ്രത്യേക തരം ചെള്ളിന്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെത്തുന്നത്. ചെള്ളു കടിച്ച പാട്, ചർമ്മത്തിൽ ചൊറിച്ചിലും തടിപ്പും തുടങ്ങിയവ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ പലരും ഈ ലക്ഷണങ്ങൾ അത്ര കാര്യമാക്കാറില്ലാത്തതിനാൽ രോഗസ്ഥിരീകരണം വൈകും. പലരിലും പല ലക്ഷണങ്ങളും പ്രകടമാകാം. ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ലൈം ഡിസീസിന്റെ ലക്ഷണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ചെള്ളു കടിച്ച് 3 മുതൽ 30 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകും. ചർമ്മത്തിലെ ചൊറിച്ചിലിനും പാടിനുമൊപ്പം പനി, തലവേദന, അമിതക്ഷീണം, സന്ധിവേദന തുടങ്ങിയവ ആദ്യഘട്ടത്തിൽ പ്രകടമാകാം. ചികിത്സിച്ചില്ലെങ്കിൽ ലൈം ഡിസീസ് വഷളാകാനും സാധ്യതയുണ്ട്. 3 മുതൽ 10 ആഴ്ചകളോളം രോഗലക്ഷണങ്ങൾ കാണപ്പെടാം. രണ്ടാമത്തെ ഘട്ടം അല്പം ഗൗരവമാർന്നതാണ്. ശരീരത്തിന്റെ പല ഭാഗത്തും കാണപ്പെടുന്ന പാടുകൾ, കഴുത്തുവേദന, മുഖത്തെ പേശികൾക്ക് ബലക്ഷയം, ശരീരത്തിന് പുറകിൽ നിന്ന് ആരംഭിച്ച് അരക്കെട്ടിലേക്കും കാലുകളിലേക്കും പടരുന്ന വേദന, കൈകളിലും കാൽപാദങ്ങളിലും വേദനയും തരിപ്പും, കണ്ണിലും കൺപോളയിലും വേദനയോടെയുള്ള തടിപ്പ്, കാഴ്ചക്കുറവ് തുടങ്ങിയവ ഈ ഘട്ടത്തിൽ പ്രകടമാകാം. 3-ാം ഘട്ടത്തിൽ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾക്കൊപ്പം ആർത്രൈറ്റിസ് അനുഭവപ്പെടാം. കാലങ്ങളോളം നീണ്ടുനിൽക്കുന്ന വേദനയും വീക്കവും ഉണ്ടാകാം. ചെള്ളുകടിയേറ്റ് 2 മുതൽ 12 മാസത്തിനു ശേഷമാണ് 3-ാം ഘട്ടത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക. കൈകളിലെയും കാൽപാദങ്ങളിലെയും ചർമ്മത്തിന്റെ നിറം മാറുകയും വീക്കം സംഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയും ഈ ഘട്ടത്തിലുണ്ടാകാം. മാസങ്ങളും വർഷങ്ങളും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ലൈം ഡിസീസ് ബാധിച്ച് പലർക്കും ചെള്ളുകടിയേറ്റ് തിരിച്ചറിയാൻ വൈകുന്നതാണ് സ്ഥിതി വഷളാകുന്നത്. രക്തപരിശോധനയ്ക്കൊടുവിലാണ് രോഗസ്ഥിരീകരണം നടത്തുന്നത്. രോഗത്തിന്റെ ഘട്ടം ഏതാണെന്നതിനനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കുക. ആന്റിബയോട്ടിക് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ് പൊതുവെ നൽകാറുള്ളത്. ത്വഗ്രക്തിമ, മുഖപാൾസി, ആർത്രൈറ്റിസ്, മറ്റ് രോഗലക്ഷണങ്ങൾ എന്നിവ വച്ചാണ് രോഗനിർണയം നടത്തുന്നത്. രക്തപരിശോധനയിലൂടെയും ബൊറീലിയൻ ലൈം പനി സ്ഥിരീകരിക്കാവുന്നതാണ്. ബോസ്റ്റൺ ബ്ലോട്ട്, എലൈസ എന്നീ ലാബ് പരിശോധനകളാണ് കൂടുതലായും രോഗനിർണയത്തിനായി ചെയ്തു വരുന്നത്. എന്നാൽ ഇവയുടെ സ്വീകാര്യത സംശയാസ്പദമാണ്. 70% രോഗബാധിതരിലെ ഇവ പോസിറ്റീവായി ലഭിക്കാറുള്ളൂ.